പശുക്കൾക്കുണ്ടാകാറുള്ള പാലുൽപാദനക്കുറവും ആരോഗ്യ പ്രശ്നവും കർഷകർ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ മിൽക്ക് ബീറ്റ ഏറ്റവും മികച്ചൊരു പരിഹാര മാർഗമാണ്. കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ. KSKTU തോപ്പുംപടി വില്ലേജ് സമ്മേളനം നടന്നു. KSKTU തോപ്പുംപടി വില്ലേജ് സമ്മേളനം ധന്യ സുമേഷിന്റെ അധ്യക്ഷതയിൽ VS അച്യുതാനന്ദൻ നഗറിൽ നടന്നു. KSKTU മുതിർന്ന അംഗം KK സതീശൻ പതാക ഉയർത്തി. രക്തസാക്ഷി പ്രമേയം റിജു ജോസഫും അനുശോചന പ്രമേയം നിമിഷയും സൗമ്യ ഗിരീഷ് സ്വാഗതവും പറഞ്ഞു. KSKTU ജില്ലാ കമ്മിറ്റി അംഗം VK വിനയൻ ഉദ്ഘാടനം ചെയ്തു. തോപ്പുംപടി വില്ലേജ് സെക്രട്ടറി സോണി K ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് IS രമേശൻ, KSKTU ഏരിയ ജോയിന്റ് സെക്രട്ടറി അലോഷി എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സോണി K ഫ്രാൻസിസ്, സെക്രട്ടറി ധന്യ സുമേഷ്, ട്രഷറർ സൗമ്യ ഗിരീഷ്, വൈസ് പ്രസിഡന്റ് റിജു ജോസഫ്, KK സതീശൻ, ജോയിന്റ് സെക്രട്ടറിയായി സരിത റിജു, നിമിഷ എന്നിവരെ 17 അംഗ കമ്മിറ്റിയും സമ്മേളനം തിരഞ്ഞെടുത്തു. 20 അംഗ ഏരിയ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു. സുധീർ നന്ദി പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സാധാരണക്കാരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ വർഷങ്ങളായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് DYFI പോലുള്ള സംഘടനകളാണ്. നാം എല്ലാവരും ആ ഒരു ഹൃദയപൂർവ്വം ഭക്ഷണം ആ പരിപാടിയിൽ മനസ്സാലെ പങ്കെടുത്തിട്ടുള്ളവരാണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ നിന്ന് പൊതിച്ചോറ് കെട്ടി അവർക്ക് കൊടുത്തു വിടുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പം മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇനി അത്തരം പരിപാടികൾ സർക്കാർ ആശുപത്രികളിൽ വേണ്ട, DYFI പോലുള്ള സംഘടനകൾ ഇനി ഭക്ഷണം കൊടുക്കേണ്ടതില്ല എന്ന ഒരു ധിക്കാരപരമായ നിലപാടാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാൻ കഴിയും. ഇപ്പം നമ്മൾ എന്ന് പറയുന്ന നാളെ കഴിഞ്ഞ് മറ്റന്നാ സഖാവ് VSന്റെ 1ാമത് അനുസ്മരണ ദിനമാണ്. KSKTU സമം VS ആണ് കേരളത്തിൽ. KSKTUവിൻ്റെ ആദ്യകാല പ്രവർത്തനം ആരംഭിക്കുന്നത് സഖാവ് VSന്റെ കൊച്ചിയിലുള്ള പ്രവർത്തനത്തിലൂടെ. സഖാവ് VS ഏതാണ്ട് 10-17 വയസ്സിന് മുമ്പ് തന്നെ കയർ തൊഴിലാളികൾ ആലപ്പുഴയിൽ അസ്വിൻവാൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കയർ തൊഴിലാളിയായി കയറുകയാണ്. അതിനു മുമ്പ് വളരെ കൊച്ചില 4 വയസ്സിൽ VSന്റെ അമ്മ മരിക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് VSന്റെ അച്ഛനും മരിക്കുന്നു. ശങ്കരൻ എന്ന് പറയുന്ന അച്ഛൻ മരിക്കുന്നു. പിന്നെയുള്ളത് VSനേലും 7 വയസ്സ് കൂടുതലുള്ള ജ്യേഷ്ഠനാണ്. പിന്നെ 2 ഇളയ ആളുകളാണ്, ഒന്ന് അനിയനും ഒന്ന്. ഇപ്പോൾ ഏതാണ്ട് 12 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും മരിക്കുകയും തുടർന്ന് ചേട്ടൻ നടത്തിയ ജോലിക്കടയിൽ ജോലിക്കെന്ന് പറയുന്ന തരത്തിൽ കയറുമ്പോൾ സ്ഥിരമായൊരു വരുമാനം ആണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ആ ജോലിക്കടയിൽ പണ്ട് നമുക്കറിയാം വായനശാലകളിലും ലൈബ്രറികളിലുമാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമകാലീന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.